ഡയോഡ്. ഓക്കെ, ഡയോഡ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. റെസിസ്റ്റർ, കപ്പാസിറ്റർ, കോയിൽ മൂന്നും പാസീവ് കമ്പോണൻസ് ആയിരുന്നു. നമ്മൾ ഇനി ഡയോഡിലേക്കാണ്. ഡയോഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ റെക്ടിഫിക്കേഷൻ, വോൾട്ടേജ് റെഗുലേഷൻ, ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ, സർജ് സപ്രഷൻ, ഫിൽറ്ററിങ്. മെയിൻ ഇത്രയും കാര്യങ്ങൾക്കാണ് ഡയോഡ് ഉപയോഗിക്കുന്നത്. റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC യെ DC ആക്കുക എന്നതാണ് ഉദ്ദേശം. AC വോൾട്ടേജിനെ DC വോൾട്ടേജ് ആയിട്ട് മാറ്റുന്നതാണ് റെക്ടിഫിക്കേഷൻ. വോൾട്ടേജ് റെഗുലേഷൻ എന്നാൽ ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജിനെ സ്റ്റേബിൾ ആയിട്ട് നിലനിർത്തുക എന്നത്. ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്യൂട്ടിൽ 5 വോൾട്ടേജ് ആണ് വരേണ്ടത്, പക്ഷെ അവിടേക്ക് 8 ഓ 7 ഓ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ അതിനെ ഗ്രൗണ്ട് ചെയ്ത് കളയുക. ഇതിന് ഉപയോഗിക്കുന്നത് സെനർ ഡയോഡാണ്. സർജ് സപ്രഷൻ കറണ്ടിൽ വരുന്ന അല്ലെങ്കിൽ ഈ വോൾട്ടേജ് നമ്മൾ DC വോൾട്ടേജ് പോകുന്ന സർക്യൂട്ടില് വേരിയേഷൻ വരും, AC വേരിയേഷൻ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ സപ്രസ് ചെയ്യുക എന്നതാണ് സർജ് സപ്രഷൻ. ഫിൽറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഇതെല്ലാം ഫിൽറ്ററിംഗ് പെടുന്നത് തന്നെയാണ്. ഫിൽറ്ററിംഗ് നമ്മുടെ കയ്യിൽ നിന്നുള്ള ഇലക്ട്രിക് ഡിസ്ചാർജ് ഉണ്ട്, ESD, ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ് എന്ന് പറയും. നമ്മുടെ ശരീരത്തിൽ നിന്നുള്ളതെല്ലാം ഫിൽറ്റർ ചെയ്ത് നമ്മുടെ ബോഡിയിൽ നിന്നുള്ള വോൾട്ടേജ് ഒക്കെ ഫിൽറ്റർ ചെയ്ത് കളയാൻ വേണ്ടി സെനർ ഡയോഡുകൾ യൂസ് ചെയ്യാറുണ്ട്. ഫിൽറ്ററിംഗ് നോർമലി ഉള്ള ഫിൽറ്ററിംഗ്. നമ്മൾ ഈ കാണുന്നത് ഡയോഡാണ്. M7 കാഥോഡ് നെഗറ്റീവ്, ആനോഡ് പോസിറ്റീവ്. ഡയോഡിൽ ഈ കാണുന്ന 3 ലൈൻ നിങ്ങൾക്ക് കാണാം. ഇവിടെ M7 എന്ന് കാണുന്ന ഡയോഡിന്റെ 3 ലൈൻ അല്ലെങ്കിൽ ഒരു ലൈൻ വരുന്ന ഏരിയ, ഈ ലൈൻ വരുന്ന ഏരിയയാണ് നെഗറ്റീവ് അഥവാ കാഥോഡ്. ലൈൻ ഇല്ലാത്ത ഏരിയയാണ് ആനോഡ് അഥവാ പോസിറ്റീവ്. ഇതില് ഇപ്പൊ നമുക്ക് ഒരു ഡയോഡ്, ആ ഡയോഡ് കണ്ടു കഴിഞ്ഞാൽ അത് എന്തിനുള്ള ഡയോഡാണെന്ന് മനസ്സിലാക്കാൻ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ കയറി സെർച്ച് ചെയ്താൽ കിട്ടും. ഇപ്പൊ ഇതിൽ M7 എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ M7 എന്ന് പറയുന്ന ഡയോഡ് എന്ത് ഡയോഡാണെന്ന് നമുക്ക് അറിയണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മാനുവൽസ് എന്ന് പറയുന്നതിലേക്ക് കയറുക. ഈ മാനുവൽസ് എന്ന് പറയുന്ന സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നമ്മൾ ഈ കോഡ് സെർച്ച് ചെയ്താൽ മതി. M7 എന്ന കോഡ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ആ ഡയോഡ് എന്ത് ഡയോഡാണ്, സെനർ ഡയോഡാണോ പവർ ഡയോഡാണോ. M7. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ലിസ്റ്റ് കിട്ടും. ആ ലിസ്റ്റിൽ ഈ M7 ഉണ്ടാകുന്ന നോക്കുക. അപ്പൊ M7 ഉണ്ട്. M7 ഇപ്പൊ ഈ കാണുന്നതൊക്കെ ട്രാൻസിസ്റ്റർ ആണ്. ഡയോഡ് ഉണ്ടാകും നോക്കുക. ഓക്കെ, ഇവിടെ ഒരു സെനർ ഡയോഡ് കാണിക്കുന്നുണ്ട്. M7 ഇതടക്കം M7 SOD 323 എന്ന പാക്കേജിൽ മാനുഫാക്ചറർ NXP അതിന്റെ നെയിം BZX384B24 വരുന്നത് സെനർ ഡയോഡാണ്. ഓക്കെ, സെനർ ഡയോഡ് ഈ കാണുന്ന സാധനം. പിക്ചറിലൊക്കെ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ M7 ഇതാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു സൈറ്റ് വഴി നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഡയോഡ് മൊബൈൽ ഫോണിൽ പലതരത്തിലുള്ള ഡയോഡ്, പവർ ഡയോഡ് വരും. പവർ ഡയോഡ് എന്തിനാണ്? റെക്ടിഫിക്കേഷൻ, ഫിൽറ്ററിംഗ്, വോൾട്ടേജ് റെഗുലേഷൻ. റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു AC DC ആക്കുക. ഫിൽറ്ററിംഗിന് വരും. വോൾട്ടേജ് റെഗുലേഷൻ, ഔട്ട്പുട്ടിലെ വോൾട്ടേജിനെ സ്റ്റേബിൾ ചെയ്യാൻ വേണ്ടി. സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേഷൻ, ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ, സർജ് സപ്രഷൻ. വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ തന്നെ ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജിനെ സ്റ്റേബിൾ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ സ്ഥിരതയുള്ളതാക്കാൻ വേണ്ടി. ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ മുമ്പ് പറഞ്ഞത് തന്നെയാണ്. ഓവറായിട്ട് ഒരു സർക്യൂട്ടിൽ വരേണ്ട വോൾട്ടേജ് 5 വോൾട്ടേജ് ആണെങ്കിൽ അവിടേക്ക് ഒരു 5 ഓ 10 വോൾട്ടേജ് വന്നാൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഗ്രൗണ്ട് ചെയ്യുക. സർജ് DC വോൾട്ടേജ് വരേണ്ട സർക്യൂട്ടിൽ AC വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ സപ്രസ് ചെയ്യുക. അതാണ് സർജ് സപ്രഷൻ. പിന്നെ സിഗ്നൽ ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ചിങ് സർക്യൂട്ട്സിലും പ്രൊട്ടക്ട് ആംപ്ലിഫയേഴ്സ് ഫ്രം വോൾട്ടേജ് സ്പൈക്ക്. അതായത് ആംപ്ലിഫയർ ഇല്ലേ, പവർ ആംപ്ലിഫയർ, അങ്ങനെയുള്ള ആംപ്ലിഫയറുകളിൽ വോൾട്ടേജ് സ്പൈക്ക് ഉണ്ടാവും, പെട്ടെന്നുള്ള വോൾട്ടേജ് സ്പൈക്ക്. അപ്പൊ ഇതിനെ ഫിൽട്ടർ ചെയ്യുക എന്നത് സിഗ്നൽ ഡയോഡ് ഉപയോഗിക്കുന്നുണ്ട്. മോഡം സർക്യൂട്ടിൽ, അതായത് നെറ്റ്വർക്ക് സംബന്ധമായ സർക്യൂട്ടുകൾ, മോഡം സർക്യൂട്ട്, RF സർക്യൂട്ട് മുതലായിടത്തെല്ലാം സിഗ്നൽ ഡയോഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് IR ഡയോഡ്. IR ഡയോഡ് എന്ന് പറഞ്ഞാൽ ഈ ഡയോഡിലേക്ക് നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ ഇതിൽ നിന്ന് ഇൻഫ്രാറെഡ് വെളിയിലേക്ക് വരും. അതാണ് IR ഡയോഡ്. ഫോട്ടോ ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ പ്രകാശം പതിയുമ്പോൾ കറണ്ട് പാസ്സാവുന്ന ഡയോഡാണ് ഫോട്ടോ ഡയോഡ്. അതായത് ലൈറ്റ് വരുമ്പോൾ കറണ്ട് പാസ്സാവും. ഇതാണ് ഫോട്ടോ ഡയോഡ്. പിന്നെ അറേ ഡയോഡ്, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള കമ്പോണൻസുകൾ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഒന്നിലധികം ഡയോഡുകൾ ചേർന്ന് വരുന്നതാണ് അറേ ഡയോഡ്. അതുകൊണ്ട് സിമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. സിമ്പിൾസ് റെഗുലർ ഡയോഡ്, സെനർ ഡയോഡ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, ഫോട്ടോ ഡയോഡ് എന്നിവയുടെ സിമ്പിൾസ് കാണാം. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് ഡയോഡിനെ പറ്റി നമുക്ക് പറയുവാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്.